നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കുറ്റമാക്കും. VHP വർഗീയതയ്ക്കെതിരെ സൗഹൃദ ക്രിസ്മസ് കരോളുമായി ഡിവൈഎഫ്ഐ. കാനാമ്പുഴ പുനരുജ്ജീവനം 1ാം ഘട്ട ഉദ്ഘാടനം 26-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകം വിതരണം ചെയ്തു. ക്രിസ്തുമസ് പുതുവത്സര ഖാദി മേളയ്ക്ക് തുടക്കമായി. വി ജോയി CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, കെ റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് കുറ്റകരമാക്കാനുള്ള നിർദ്ദേശം കേരള ഫോറസ്റ്റ് ഭേദഗതി ബില്ലിന്റെ ഭാഗമാക്കും. മനുഷ്യരെ വന്യജീവികൾ ആക്രമിക്കുന്നത് തടയാനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുമായാണ് ഈ നിർദ്ദേശം. കാടിറങ്ങുന്ന മാൻ, മ്ലാവ് പോലുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഇവയുടെ വരവ് പതിവാക്കുമെന്നതിനാലാണ് നിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയെ പിന്തുടർന്ന് പുലി, കടുവ തുടങ്ങിയവ നാട്ടിലെത്തുന്നു. ഇതൊഴിവാക്കാനാണ് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. കാട്ടാന, കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ളവയെ ഉപദ്രവിക്കുന്നത് പ്രത്യാക്രമണങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നതിനാൽ മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത് നിരോധിക്കാനും നിർദ്ദേശമുണ്ട്. വനത്തിലെ ജലാശയങ്ങളിൽ നിന്നുൾപ്പെടെ മണലെടുക്കുന്നതും കുറ്റകരമാക്കും. പാറ, കൽക്കരി, ചുണ്ണാമ്പുകല്ല് എന്നിവ എടുക്കുന്നതിന് നേരത്തെ നിരോധനമുണ്ട്. തോക്ക്, സ്ഫോടക വസ്തുക്കൾ എന്നിവയുമായി പൊതുജനങ്ങൾ വനത്തിൽ കടക്കുന്നത് കുറ്റകരമാക്കും. മൃഗവേട്ട, ചന്ദനം ഉൾപ്പെടെയുള്ള മരങ്ങളുടെ മോഷണം ഒഴിവാക്കൽ തുടങ്ങിയവയാണ് ലക്ഷ്യം. കേരള വനം നിയമവും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവും ഒന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ പൊതുജനാഭിപ്രായം സ്വരൂപിച്ച് ഭേദഗതി നടപ്പാക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പൊതുജനങ്ങൾക്ക് വനം വന്യജീവി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക വിലാസത്തിലും അഭിപ്രായം അറിയിക്കാം. കണ്ണൂരിന്റെ വികസനത്തിന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കോർപ്പറേഷൻ മുഖാമുഖം. കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് സർക്കാരും വ്യാപാരി വ്യവസായ മേഖലയിലെ സംരംഭകരും ഒറ്റക്കെട്ടായി നിന്നാൽ കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗം കൂടുമെന്ന് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘടിപ്പിച്ച മുഖാമുഖം ജനുവരി 11, 12 തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന്റെ ഭാഗമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹകരണത്തോടെ നടത്തിയ മുഖാമുഖം സദസ്സാണ് കണ്ണൂരിന്റെ വികസന കുതിപ്പിനുള്ള ചർച്ചാവേദിയായി മാറിയത്. നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ കൂടുതൽ ആരംഭിക്കാൻ സർക്കാരിന്റെ സഹായത്താൽ വ്യാപാരി വ്യവസായികളും ശ്രമിക്കണമെന്നും അതുവഴി കൂടുതൽ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മുഖാമുഖം സദസ്സ് അഭിപ്രായപ്പെട്ടു. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒന്നിച്ച് കൈകോർത്താൽ കണ്ണൂർ നഗരത്തിൽ വികസന വളർച്ചയിലൂടെ വൻ മുന്നേറ്റം സാധ്യമാക്കാനാകുമെന്ന് മേയർ പറഞ്ഞു. ഗ്ലോബൽ ജോബ് ഫെയറിൽ വിദേശ കമ്പനികളെ കൊണ്ടുവരുന്നത് വഴി മറ്റൊരു വികസന ഇടനാഴി കൂടിയാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. പഠനത്തോടൊപ്പം ജോലി എന്ന ആശയത്തിൽ ഊന്നി പാർട്ട് ടൈം ജോലി നൽകാനും ഗ്ലോബൽ ജോബ് ഫെയർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനായി വ്യാപാരി വ്യവസായികളുടെ സഹകരണം അനിവാര്യമാണെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ആവശ്യമായ തൊഴിൽ നൈപുണ്യമുള്ളവരെ ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ചേംബർ സെക്രട്ടറിയും വിദ്യാഭ്യാസ സംരംഭകനുമായ സി അനിൽകുമാർ അഭിപ്രായപ്പെട്ടു. ഉദ്യോഗാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചല്ല പല സംരംഭകരും തൊഴിൽ നൽകുന്നതെന്ന് വ്യവസായി TP അബ്ബാസ് ഹാജി പറഞ്ഞു. ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകാൻ സംരംഭകർ തയ്യാറാകണമെന്ന് വ്യാപാരി വ്യവസായ സമിതി പ്രതിനിധി സി മനോഹരൻ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളം, അഴീക്കൽ ഫോർട്ട് വഴി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അബ്ദുൾ ഖാദർ പനക്കാട്ട് പറഞ്ഞു. പഠനത്തിനും ജോലിക്കുമായി മറ്റിടങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ കണ്ണൂർ ജില്ലയിൽ തന്നെ കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി KV സലീം പറഞ്ഞു. സർക്കാരിന്റെ സഹകരണത്തോടെ നിരവധി സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതകളുണ്ടെന്നും അത് ഉപയോഗപ്പെടുത്താൻ സംരംഭകർ തയ്യാറാകണമെന്നും KSSIA ജില്ലാ പ്രസിഡന്റ് സി അബ്ദുൾ കരീം വ്യക്തമാക്കി. തൊഴിലില്ലായ്മയല്ല, തൊഴിലിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് യുവത്വം നേരിടുന്ന പ്രശ്നമെന്ന് ഫ്യൂമ ഫൗണ്ടർ പ്രസിഡന്റ് KP രവീന്ദ്രൻ പറഞ്ഞു. വ്യവസായ കേന്ദ്രം ജില്ലാ ജനറൽ മാനേജർ KS അജിമോൻ, ചേംബർ പ്രസിഡന്റ് TK രമേശ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി. സംരംഭക വർഷത്തിൽ കോർപ്പറേഷനിൽ 2392 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞെന്നും ഇതിലൂടെ 6409 തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിച്ചെന്നും അജിമോൻ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ P ഇന്ദിര ആമുഖ ഭാഷണം നടത്തി. ചേംബർ ട്രഷറർ നാരായണൻകുട്ടി, അംഗം ഹാഷിഖ് മാമു, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സുരേഷ് ബാബു എളയാവൂർ, MP രാജേഷ്, സിയാദ് തങ്ങൾ, VK ശ്രീലത, ഷാഹിന മൊയ്തീൻ,
കോർപ്പറേഷൻ കൗൺസിലർമാർ, വിവിധ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ എന്നിവർ മുഖാമുഖത്തിൽ സംസാരിച്ചു. ഡ്രിപ്പോ ഉപയോഗിച്ചുള്ള വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് സംവിധാനം MCCയിൽ മലബാർ ക്യാൻസർ സെന്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ചിൽ രോഗികൾക്ക് നൽകുന്ന മരുന്നുകളുടെ രക്തത്തിലേക്കുള്ള സഞ്ചാര നിരക്ക് കൃത്യമായി ക്രമീകരിക്കാനും നിരീക്ഷിക്കാനുമുള്ള പുതിയ സംവിധാനം സജ്ജമായി. MCC ഡിസ്കുമായി സഹകരിച്ചാണ് ഡ്രിപ്പോ സംവിധാനം ഉപയോഗപ്പെടുത്തി വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഡിസ്കിന്റെ ഇന്നോവേഷൻ ഫോർ ഗവൺമെന്റ് എന്ന സംരംഭത്തിലൂടെ പൈലറ്റ് പ്രൊജക്റ്റായി MCCയിൽ ആരംഭിച്ച പദ്ധതി വിജയകരമായതിനെ തുടർന്നാണ് നടപ്പാക്കുന്നത്. ഡിസംബർ 26-ന് MCCയിൽ മുഖ്യമന്ത്രി നിർവഹിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഡ്രിപ്പോ ഉപയോഗിച്ചുള്ള വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് സംവിധാനം MCCക്ക് കൈമാറും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര വിപണിക്ക് ജില്ലയിൽ തുടക്കമായി. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ക്രിസ്തുമസ് പുതുവത്സര വിപണിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ പോലീസ് ക്ലബ്ബ് ജിമ്മി ജോർജ് ഹാളിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ശക്തമായ ഇടപെടലാണ് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യ കിറ്റ് വിജയയ്ക്ക് നൽകി മന്ത്രി വിൽപ്പനയ്ക്ക് തുടക്കം കുറിച്ചു. നിത്യോപയോഗ സാധനങ്ങളായ അരി, പഞ്ചസാര, ചെറുപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ, കടല ഉൾപ്പെടെ 13 ഇനങ്ങൾ വിപണിയിൽ നിന്നും സബ്സിഡിയോടെ ലഭിക്കും. കൂടാതെ ത്രിവേണി തേയില, ബിരിയാണി അരി, ആട്ട, റവ, മൈദ, അരിപ്പൊടി ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വിപണി വിലയേക്കാൾ കുറച്ച് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളായും വിതരണം ചെയ്യുന്നുണ്ട്. ക്രിസ്തുമസ് പുതുവത്സര കേക്കുകൾ, കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി നോട്ട്ബുക്കുകളുടെ ഡിസ്കൗണ്ട് കച്ചവടം എന്നിവയും വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ വിപണിയിലൂടെ പ്രതിദിനം 300 കുടുംബങ്ങൾക്ക് റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അതേ അളവിലും വിലയിൽ ലഭിക്കും. കൂടാതെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലൂടെ പ്രതിദിനം 75 കുടുംബങ്ങൾക്കും സബ്സിഡി വിതരണം ഉണ്ടാകും. ജനുവരി 1 വരെയാണ് വിപണി പ്രവർത്തിക്കുക. കോർപ്പറേഷൻ വിദ്യാഭ്യാസം സ്ഥിരം സമിതി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ KP പ്രമോദ്, അസിസ്റ്റന്റ് റീജിയണൽ മാനേജർമാരായ VK രാജേഷ്, K സുധീർ ബാബു, മുൻ ഡയറക്ടർ മോഹനൻ കൊല്ലൻ എന്നിവർ പങ്കെടുത്തു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വി ജോയിയെ വീണ്ടും തെരഞ്ഞെടുത്തു. നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും വർക്കല MLA-യുമാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം, അഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, 2 തവണ ചിറയൻകീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, SFI ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, കേരള സർവകലാശാല സെനറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വയനാട് ജില്ലാ സെക്രട്ടറിയായി K റഫീഖിനെ തെരഞ്ഞെടുത്തു. നിലവിൽ DYFI ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി. SFI ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കാലിക്കറ്റ് സർവകലാശാല മുൻ ജനറൽ സെക്രട്ടറിയാണ്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്ഥിരം സമിതി അംഗം, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എന്നീ ഉത്തരവാദിത്തങ്ങളും വഹിക്കുന്നു. ജില്ലയുടെ നീറുന്ന പ്രശ്നങ്ങളും വികസന വിഷയങ്ങളും വയനാട് സമ്മേളനത്തിൽ സജീവ ചർച്ചയായി. പ്രശ്നപരിഹാരങ്ങൾക്കുള്ള തീരുമാനങ്ങളുണ്ടായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം, ദേശീയപാതയിലെ രാത്രിയാത്ര നിരോധനം, പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽപാത, ഭൂപ്രശ്നങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ അംഗീകരിച്ചു. ആഘോഷങ്ങളിൽ പോലും വിദ്വേഷം കലർത്തുന്ന സംഘപരിവാർ അസഹിഷ്ണുതയ്ക്ക് മറുപടിയായി സൗഹൃദ ക്രിസ്മസ് കരോളുമായി DYFI. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം തടയുകയും അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പരിപാടി. DYFI നല്ലപ്പള്ളി ഒരു മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് രാവിലെ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ചയാണ് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ സംഘപരിവാറുകൾ അതിക്രമിച്ചു കയറി കുട്ടികളുടെയും അധ്യാപകരുടെയും ഭീഷണിപ്പെടുത്തിയത്. ക്രിസ്മസ് ആഘോഷിക്കാനും കേക്ക് മുറിക്കാനും ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? ആഘോഷം നടത്താൻ സർക്കുലർ ഉണ്ടോ? ചുവന്ന ഡ്രസ്സിട്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നു, ഇപ്പോൾ നിർത്തിക്കോണം തുടങ്ങിയ അസഭ്യ വർഷവുമായാണ് VHP നേതാക്കൾ സ്കൂൾ അതിക്രമം കാട്ടിയത്.
ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാതെ മറ്റൊരാഘോഷം വേണ്ട എന്നായിരുന്നു അവരുടെ ആക്രോശം. കേസിൽ റിമാൻഡിലായ നല്ലേപ്പിള്ളി സ്വദേശികളായ വടക്കംതറ കെ അനിൽകുമാർ, മാനംകുറ്റി കറുത്തേടത്തുകുളം സുശാസൻ, തെക്കുമുറി വേലായുധൻ എന്നിവർ സ്ഥിരം അക്രമകാരികളാണ്. VHP ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ അനിൽകുമാർ കൊലക്കേസിലും സുശാസനൻ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ കേസിലും പ്രതിയാണ്. മുദ്ര ആംഫി തിയേറ്റർ ഉദ്ഘാടനം ബുധനാഴ്ച. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ച മുദ്ര ആംഫി തിയേറ്ററിന്റെ ഉദ്ഘാടനം 25-ന് 3:30-ന് മുൻ MP KK രാഗേഷ് നിർവഹിക്കും. ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷത വഹിക്കും. സായാഹ്നത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള പൊതുവേദിയാണ് മുദ്ര ആംഫി തിയേറ്റർ. ഇതോടനുബന്ധിച്ച് ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുണ്ടേരി ക്യാമ്പസിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും കണ്ണൂർ സർവകലാശാലയിലെ ക്യാമ്പസ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ ഉദ്യാനം നട്ടുപിടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി കേരള ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാനും Dr. N. അനിൽകുമാറും മെമ്പർ സെക്രട്ടറി Dr. V. ബാലകൃഷ്ണൻ, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ Dr. D. മനോജ്, കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി വിഭാഗം മുൻ ഡയറക്ടർ ഖലീൽ ചൊവ്വ, Dr. ദിലീപ് തുടങ്ങിയവർ ജൈവ വൈവിധ്യ പരിശീലന പരിപാടിയിലും ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണത്തിലും നേതൃത്വം നൽകും. പകർച്ചവ്യാധികൾക്കെതിരെ സമഗ്ര ആരോഗ്യ ജാഗ്രതാ പദ്ധതി. പകർച്ചവ്യാധികൾക്കെതിരെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമഗ്ര ആരോഗ്യ ജാഗ്രതാ പദ്ധതി ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ ആരോഗ്യവകുപ്പിന് വേണ്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ അവതരിപ്പിച്ചു. മഞ്ഞപ്പിത്ത അടക്കമുള്ള പകർച്ചവ്യാധികളെ ഫലപ്രദമായി ചെറുക്കുന്നതിനാണ് വിവിധ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര ആരോഗ്യ ജാഗ്രതാ പദ്ധതി ജില്ലയിൽ നടപ്പിലാക്കുക. ഇതിന്റെ ഭാഗമായി ഫീൽഡ് തലത്തിൽ വാട്ടർ സാമ്പിൾ കളക്ഷൻ, അംഗീകൃത ഗവൺമെന്റ് ലാബുകളിലെ ജല പരിശോധന, കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ ചെയ്യൽ, ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ കൊതുക് ജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ഉറവിട നശീകരണം, ഫോഗിംഗ് എന്നിവ ഉൾപ്പെടുത്തും. വാർഡ് തലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, പോസ്റ്റർ, ലഘുലേഖ വിതരണം എന്നിവയും പൊതുജനങ്ങളുടെ ആരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റു പരിപാടികളും ഈ പ്രൊജക്റ്റിലൂടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കും. കണ്ണൂർ ജില്ലയിൽ ഈ സമഗ്ര ആരോഗ്യ ജാഗ്രതാ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം അഭ്യർത്ഥിച്ചതായും യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും ഇതിനുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തതായും DMO Dr. പീയൂഷ് നമ്പൂതിരിപ്പാട് അറിയിച്ചു. സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകം വിതരണം ചെയ്തു. കണ്ണൂർ നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള വിവിധ സ്കൂളുകൾക്ക് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള ലൈബ്രറി പുസ്തക വിതരണം ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സൈൽ സെന്റ് ആന്റണീസ് സ്കൂൾ പ്രധാനാധ്യാപികയ്ക്ക് പുസ്തകം നൽകിയാണ് പുസ്തക വിതരണത്തിന് തുടക്കമിട്ടത്. സ്കൂൾ ലൈബ്രറികൾ കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ LP UP ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള 95 സ്കൂളുകൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള പുസ്തക വിതരണ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 95 സ്കൂളുകൾക്കും 55 വായനശാലകൾക്കുമാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 55 വായനശാലകൾക്ക് പുസ്തകം വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ PM പത്മജ അധ്യക്ഷയായി. വിദ്യാഭ്യാസ സമിതി കൺവീനർ NT സുധീന്ദ്രൻ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, കണ്ണൂർ സൗത്ത് AEO N സുജിത്ത്, HM ഫോറം സെക്രട്ടറി പ്രദീപൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള 95 സ്കൂളിലെ അധ്യാപകർ, പ്രിൻസിപ്പൽമാർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന കണ്ണൂർ നിയോജക മണ്ഡലം വികസന പരിപാടിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷനിലെ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ഡിസംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ Dr. TN സീമ മുഖ്യപ്രഭാഷണം നടത്തും. ഡിസംബർ 24, 25 തീയതികളിൽ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കും. ഡിസംബർ 24-ന് താഴെ ചൊവ്വ ഗവൺമെന്റ് UP സ്കൂളിൽ
കുട്ടികളുടെ ചിത്രരചന ക്യാമ്പ് നടത്തും. ഉച്ചയ്ക്ക് 2-ന് മേലെ ചൊവ്വ സഹകരണ ബാങ്ക് ഹാളിൽ കാനമ്പുഴ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കാനാമ്പുഴ അതിജീവന സമിതി കൺവീനർ N. ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. കാനാമ്പുഴ തുടർ പ്രവർത്തനങ്ങളും സാധ്യതകളും, കാനാമ്പുഴ കാർഷിക ഇടപെടൽ സാധ്യതകൾ, കാനാമ്പുഴ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ അവതരണങ്ങൾ ഉണ്ടാവും. ഡിസംബർ 24-ന് വൈകിട്ട് 4-ന് താഴെചൊവ്വ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ഫോട്ടോ ചിത്ര പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 440 കോടി രൂപ ഉപയോഗിച്ച് ചീപ്പ് പാലം മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളിലും, കണ്ണൂർ മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ഉപയോഗിച്ച് ചൊവ്വ റെയിൽവേ പാലം മുതൽ മണ്ടൻ വയൽ വരെയുള്ള ഭാഗങ്ങളിലുമാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടപ്പിലാക്കിയത്. ഈ പ്രവൃത്തി വഴി എളയാവൂർ പെരിങ്ങളായി പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൗകര്യം വർദ്ധിച്ചു. കാനാമ്പുഴയുടെ സൗന്ദര്യം വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കാൽനടയാത്രയ്ക്കായി നടപ്പാത നിർമ്മിക്കുകയും അതുവഴി വിനോദസഞ്ചാര സാധ്യത വർദ്ധിക്കുകയും ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ ക്രിസ്മസ് പുതുവത്സര ഖാദി മേളയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ അധ്യക്ഷനായി. മേളകളിൽ ഖാദി വസ്ത്രങ്ങൾ 30% ഗവൺമെന്റ് റിബേറ്റോടെയാണ് വിൽക്കുന്നത്. മേളയുടെ ഭാഗമായി ഖാദി സാരികൾക്ക് പ്രത്യേക കൗണ്ടർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിവിധതരം കോട്ടൺ സാരികൾ, കലംകാരി സാരി, TNR സിൽക്ക് സാരികൾ, ടസ്ര സിൽക്ക്, പ്രിന്റഡ് സിൽക്ക്, പയ്യന്നൂർ പട്ട്, ശ്രീകൃഷ്ണപുരം സിൽക്ക് സാരികൾ എന്നിവയും, മുണ്ടുകൾ, ബെഡുകൾ, ബെഡ്ഷീറ്റുകൾ, കോട്ടൺ സിൽക്ക് ഷർട്ട് പീസുകൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനൊപ്പം പാരമ്പര്യ ഖാദി തൊഴിലാളികളെ സംരക്ഷിക്കുക കൂടി ഈ മേള ലക്ഷ്യം വെക്കുന്നു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 30 ഖാദി കേന്ദ്രങ്ങളിൽ മേളകൾ നടക്കും. ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിനി ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM പത്മചന്ദ്രക്കുറുപ്പ്, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ V. ഷിബു, ജില്ലാ ഖാദി പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ എന്നിവർ സംസാരിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ലഹരിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ലഹരി വ്യാപന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഉടൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കണ്ണൂർ നിയോജക മണ്ഡലം തല ലഹരി വിരുദ്ധ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുവാക്കൾ, കുടുംബശ്രീ പ്രവർത്തകർ, സമുദായ സംഘടനകൾ, ഗ്രന്ഥശാലകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കൂട്ടായ്മകൾ എല്ലാം വ്യാജമദ്യത്തിന്റെയും ലഹരിയുടെയും ഉൽപാദനവും വിതരണവും തടയാൻ ഒന്നിച്ചു നിൽക്കണം. കുടുംബങ്ങളിൽ കുട്ടികളെ പ്രത്യേകം നിരീക്ഷിക്കണം. ലഹരി ഉപയോഗം സംബന്ധിച്ച് സംശയം തോന്നിയാൽ മറച്ചുവെക്കാതെ അധികൃതരെ വിവരമറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർ K. നിസാർ, നെഹ്റു യുവകേന്ദ്ര, വിമുക്തി രാഷ്ട്രീയ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. റെയിൽവേ ഗേറ്റ് അടച്ചിടും. തലശ്ശേരി എടക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ബ്രണ്ണൻ കോളേജ് NH ഡിസംബർ 24-ന് രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയും, NH ബീച്ച് ഡിസംബർ 25 മുതൽ 28 വരെ രാവിലെ 8 മുതൽ രാത്രി 11 വരെയും ലെവൽ ക്രോസുകൾ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുമെന്ന് സീനിയർ സെഷൻ എഞ്ചിനീയർ അറിയിച്ചു. വിലനിലവാര പരിശോധന നടത്തി. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോട്ടലുകളിലെയും പൊതുവിപണിയിലെയും വിലനിലവാരം പരിശോധിക്കുന്നതിന് സിവിൽ സപ്ലൈസ്, റവന്യൂ, ലീഗൽ, മെട്രോളജി, ഫുഡ് സേഫ്റ്റി വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡ് കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിലും പച്ചക്കറി കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി. 32 വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 9 സ്ഥാപനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി. സ്ഥാപനങ്ങൾക്കെതിരെ തുടർ നടപടികൾക്കായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു.
കണ്ണൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ എം സുനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ്, റേഷനിംഗ് ഇൻസ്പെക്ടർ രഞ്ജിത്ത്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പ്രജിന, ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ തുഫൈൽ, അമൃത എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരും.